ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ എടുക്കാനാണ് പോകുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതകൾ. വേവ്സിന് പല പ്രത്യേകതകളുണ്ട്. ആ ഓരോ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ 5 പ്രത്യേകതകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് പീരിയഡ്, എന്താണ് ഫ്രീക്വൻസി, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞതാണ് അല്ലേ. പിന്നെ വേവ് ലെങ്ത്, പിന്നെ എന്താണ് വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ സൈഡിൽ വന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അല്ലേ. ഇതെന്താ ശരിക്കും ഒരു വേവാണ് അല്ലേ, വേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ 2 ഭാഗം കാണാം. ഇതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. ഇവിടെ നിന്നാണ് വേവ് തുടങ്ങുന്നത്. അപ്പോൾ വേവ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഹൈറ്റ് വരെ പോയി വീണ്ടും താഴത്തേക്ക് വന്ന് വീണ്ടും അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഈ വേവ് ഒരു പ്രത്യേക പോയിന്റിൽ വളരെ ഹൈറ്റിലേക്ക് കയറുന്നുണ്ട് അല്ലേ. ഇതാണ് ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത്. അതേപോലെ താഴോട്ടേക്ക് പോകുമ്പോഴും ഒരു ഡീപ്പസ്റ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മളിത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹയസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പം വേവിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കാണിക്കുന്ന ഈ പൊസിഷൻ നമ്മൾ ക്രെസ്റ്റ് എന്നാണ് പറയുക. CREST, ക്രെസ്റ്റ്. അതേപോലെ ഡീപ്പസ്റ്റ് പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് ട്രഫ് എന്നാണ്. TROUGH, ട്രഫ്. അങ്ങനെ ഒരു ക്രെസ്റ്റും ഒരു ട്രഫും കൂടിയതാണ് 1 സൈക്കിൾ ഓഫ് ഓർ 1 വേവ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഒരു വേവിൻ്റെ സൈക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വേവിൽ എന്താ ഉള്ളത്? ഒരു ക്രെസ്റ്റും ഒരു ട്രഫും. ഒരു ക്രെസ്റ്റും ഒരു ട്രഫും വരുന്നതാണ് എന്ത്? ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ 1 സൈക്കിൾ ഓഫ് എ വേവ് എന്നാണ് പറയാം. ഓക്കെ. അപ്പം ഈ ടോപ്പ് പോയിൻ്റ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്തെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ വേവ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈറ്റ് ഓഫ് ദ വേവ് ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ. ദ ഹൈറ്റ് ഓഫ് ദ വേവ് ഇസ് കോൾഡ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അതല്ലെങ്കിൽ ദേ ആർ ദ പോയിൻറ്റ്സ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ മാക്സിമം എത്ര ഉയരത്തിലാണോ പോകുന്നത് ആ ഉയരത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഓൾറെഡി പീരീഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷനോ ഒരു വൈബ്രേഷനോ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേവിനെ ഫുള്ളായിട്ടുള്ളൊരു വേവിന് എടുക്കുന്ന ആ ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ. വേവ് ടു ഫോം എ കംപ്ലീറ്റ് അല്ലെങ്കിൽ ടൈം ടു ഫോം എ കംപ്ലീറ്റ് വേവ് ഇസ് കോൾഡ് ഇറ്റ്സ് പീരീഡ്. പിന്നെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ആണോ ഉണ്ടാവുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ D എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിൻ്റ് കൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് കടന്നു പോകുന്നുണ്ട്, ആ നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി. ഓക്കെ. ദ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ഇൻ 1 സെക്കൻഡ് ഓർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ പോയിൻറ്റ് ഇൻ 1 സെക്കൻഡ്. അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത പോയിൻ്റ് വരുന്നത് വേവ് ലെങ്ത് എന്നുള്ളത്. വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ ഒരു ക്രെസ്റ്റ് ഉണ്ട്, ഇവിടെ വേറൊരു ക്രെസ്റ്റ് ഉണ്ട്. അപ്പം ഇവർ 2 പേരും തമ്മിലുള്ള ഈ ദൂരം, അല്ലെങ്കിൽ ഇവിടെ ഒരു ട്രഫ് ഉണ്ട്, ഇവിടെ ഒരു ട്രഫ് ഉണ്ട്, ഈ 2 ട്രഫും തമ്മിലുള്ള ദൂരം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ വേവ് ലെങ്ത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രെസ്റ്റ് ഓർ 2 കോൺസിക്യൂട്ടീവ് ട്രഫ് ഇസ് കോൾഡ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്തിനെ പറ്റിയിട്ടാണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണല്ലേ. ഇങ്ങനെ പോകുന്ന അപ്പ് ആൻഡ് ഡൗൺ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. അപ്പോൾ ടൈപ്സ് ഓഫ് വേവ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ട്രാൻസ്വേഴ്സ് വേവിനെ ബാധിക്കുന്നതാണ്. ക്രെസ്റ്റും ട്രഫും ആരൊക്കെ ഉള്ളൂ? ട്രാൻസ്വേഴ്സ് വേവിനേ ഉള്ളൂ. അപ്പം 2 ക്രെസ്റ്റുകൾ, അടുത്തടുത്തുള്ള 2 ക്രെസ്റ്റുകൾ തമ്മിലുള്ള ദൂരമോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ എന്താണ്? വേവ് ലെങ്ത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ ലാംഡ. is represented by the Greek letter lambda.
ദ ഗ്രീക്ക് ലെറ്റർ ലാംഡ ഇസ് യൂസ് ടു ഡിനോട്ട് വേവ് ലെങ്ത്. അപ്പോൾ ഈ ദൂരം നമ്മൾ സാധാരണ എങ്ങനെ മെഷർ ചെയ്യുന്ന ചെറിയ ദൂരങ്ങളൊക്കെ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരമല്ല അല്ലേ, നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പം എന്താണ് വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ്? വേവ് ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ഈ 5 ടേംസ് മനസ്സിലായില്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്താണ്, പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താ, വേവ് ലെങ്ത് എന്താ, സ്പീഡ് ഓഫ് വേവ്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ കാണിച്ചിട്ട് എന്താണ്? 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരമോ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരമോ, അതാണെന്ത്? വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് വേവ് അല്ലേ, ഇങ്ങനെ അടുത്തടുത്തുള്ള ഈ ഭാഗത്ത് നമ്മൾ എന്താ പറയുന്നത്? പ്രഷർ കൂടിയ ഭാഗം. അതേപോലെ സ്പേസ് വരുന്ന ഈ പാർട്ട് നമ്മൾ വിളിക്കുന്ന പേര് പ്രഷർ കുറഞ്ഞ ഭാഗം എന്നാണ്. അപ്പം ചില വേവ്സിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മളതിന് പഠിച്ചതല്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പ്രഷർ കൂടിയ ഭാഗം ഉണ്ടാവും, പ്രഷർ കുറഞ്ഞ ഭാഗം ഉണ്ടാവും. അപ്പം ആ പ്രഷർ കൂടിയ ഭാഗത്ത് നമ്മൾ കംപ്രഷൻസ് എന്ന് പറയും, പ്രഷർ കുറഞ്ഞ ഭാഗത്തിന് റെയർ ഫാക്ഷൻസ് എന്നാണ് പറയുക. അതാണ് ഇവിടെ സിയും ആറുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഹൈ പ്രഷർ ഏരിയ കംപ്രഷൻസ്, പ്രഷർ കുറഞ്ഞ ഏരിയ റെയർ ഫാക്ഷൻസ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കേസിൽ 2 അടുത്തടുത്തുള്ള കംപ്രഷൻസ് തമ്മിലുള്ള ദൂരവും അല്ലെങ്കിൽ 2 റെയർ ഫാക്ഷൻസ് തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ എന്താ പറയുന്നത്? വേവ് ലെങ്ത് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫാക്ഷൻസ് ഇസ് കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി അടുത്ത ടോപ്പിക് എന്താണ്? സ്പീഡ് ഓഫ് വേവ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് എങ്ങനെയാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ച്. സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഇവിടെ അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയത്ത് മേ ബി 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഒരു വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ ആ റേഷ്യോനെ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറിനെ, ആ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പീഡ് ഓഫ് വേവ്. ദ സ്പീഡ് ഓഫ് വേവ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ആ വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ഈ സ്പീഡിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെ ഏതിനാണ് മെഷർ ചെയ്യുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഇനി ഇവിടെ ചെറിയൊരു പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ ഫോർമുലയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? ഇഫ് എ വേവ് ട്രാവൽ 700 മീറ്റർ ഡിസ്റ്റൻസ് ആണിത് അല്ലേ, ഇത് ഡിസ്റ്റൻസ് ആണ്. എത്ര ടൈമാണ് പറഞ്ഞത്? 2 സെക്കൻഡ്സ്. അപ്പോൾ രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 700 divided by 2 is equal to 350 meter per second. ഈ സൗണ്ട് വേവിൻ്റെ സ്പീഡ് ഒരു സെക്കൻഡിൽ 350 മീറ്ററാണ്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഇനി നമ്മൾ ഈ തന്ന ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ഇപ്പോൾ 1.14a 1.14b 2 ഗ്രാഫ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ, സൗണ്ട് വേവിൻ്റെ. അപ്പോൾ ഇവിടെ 2 വേവ്സിന് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ക്രസ്റ്റ് കുറച്ച് വലുതാണ്, വേവ് കുറച്ച് വലിയ വേവാണ് വരുന്നത് അല്ലേ. ഇവിടെ വേവ്സിൻ്റെ ക്രസ്റ്റും ട്രഫും ചെറുതായിട്ടാണ് വരുന്നത് അല്ലേ, ചെറുതായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിപ്പം പഠിച്ചെന്ന വേവ് ലെങ്ത് എന്താണ്? 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ട്രഫിൻ്റെ ദൂരമാണെന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ, വേവ് ലെങ്ത്. അപ്പം ഈ തന്ന 2 ഫിഗറിൽ ഏതിൻ്റെ വേവ് ലെങ്ത്താണ് കൂടുതൽ, ഏതിൻ്റെ വേവ് ലെങ്ത്താണ് കുറവ്? നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ, 2 ക്രസ്റ്റ് തമ്മിലുള്ള കുറേ ദൂരമുണ്ട് ഇവിടെ. അപ്പം ഒബ്വിയസ്ലി ഈ ഫസ്റ്റ് ഫിഗർ 1.14a വേവ് ലെങ്ത് കൂടുതലാണ്. കാരണം വേവുകൾ തമ്മിലുള്ള, അതായത് 2 ക്രസ്റ്റോ 2 വേവിൻ്റെ ക്രസ്റ്റുകൾ തമ്മിലോ 2 വേവ്സിൻ്റെ ട്രഫുകൾ തമ്മിൽ ദൂരം കൂടുതലാണ്. അതിന് മീനിങ് എന്താ? ഈ വേവിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. ഒരു വേവിന് ഇവിടെ നിന്ന് ഇങ്ങനെയല്ല വരുന്നത് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേവിൻ്റെ ലെങ്ത്ത് ഇവിടെ കൂടുതലാണ് ഉള്ളത്. അതേപോലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വേവിൻ്റെ ലെങ്ത്ത് കുറവാണ്, ചെറിയ ചെറിയ വേവ്സ് കൂടി അടുക്കി വെച്ച പോലെയാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വേവിൻ്റെ ലെങ്ത്ത് കുറവാണ്. 1.14bൻ്റെ വേവിൻ്റെ ലെങ്ത്ത് കുറവാണ്. ഇത് വേവ് ലെങ്ത്ത് കുറഞ്ഞതാണ്, ഇത് വേവ് ലെങ്ത്ത് കൂടിയതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. അപ്പം
ഇൻ ഫിഗർ 1.14a വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്. ഈ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്തായിരുന്നു? വേവ് ലെങ്ത് ഈസ് ദ കോൺസിക്യൂട്ടീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ഓർ ട്രഫ്. ഈ രണ്ട് അടുത്തടുത്തുള്ള ട്രഫിൻ്റെയോ ക്രസ്റ്റിൻ്റെയോ ദൂരങ്ങളാണ് നമ്മൾ വേവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിൻ്റിൽ നിന്ന് ഒരു ലൈൻ ഇവിടെ ജോയിൻ ചെയ്തു, അതേപോലെ ഇവിടുന്ന് ഒരു ലൈൻ താഴേക്ക് വരച്ച്. അപ്പോൾ ഈ പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന 5 ഇവിടെ 1 ആണ്. അപ്പം ഈ ദൂരം എത്ര ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൗണ്ട് ചെയ്താൽ അറിയാം അല്ലേ? 1 2 3 4 അല്ലേ? 4 മീറ്റേഴ്സാണ് വരുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ലേറ്റർ വരുന്നത് രണ്ടാമത്തെ എടുക്കുന്ന ക്രസ്റ്റിൻ്റെ എത്രയാണോ ദൂരം അതിൻ്റെ അകത്തുനിന്ന് ആദ്യത്തെ ക്രസ്റ്റിൻ്റെ പോയിൻ്റ് എത്രയാണോ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും വേവ് ലെങ്ത്. അപ്പം 5 - 1 എത്രയാണ്? 4 മീറ്ററാണ് ഫസ്റ്റ് പിക്ചറിൻ്റെ 1.14 അതിൻ്റെ വേവ് ലെങ്ത്. 4 മീറ്ററാണ് വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നോക്കാം. ഇവിടെ ഡെസിമൽ പോയിൻ്റ് വരും. ഇവിടെ താഴേക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇത് 0.5 ആയിരിക്കും. ഈ പോയിൻ്റ് 0.5 ആയിരിക്കും വരുന്നത്, 0.5. അപ്പോൾ ഇത് 2ൻ്റെയും 3ൻ്റെയും 3ൻ്റെ നടുവിലാണ്. അപ്പോൾ ഈ പോയിൻ്റ് എത്രയായിരിക്കും? ആ പോയിൻ്റ് 2.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ് വരിക? വലിയ വാല്യൂവിൻ്റെ അകത്തുനിന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വേവ് ലെങ്ത് എത്രയായിരിക്കും? 2.5 മൈനസ് 0.5 is equal to 2 meter. അപ്പോൾ സെക്കൻഡ് ഫിഗറിൻ്റെ വേവ് ലെങ്ത് എത്ര കിട്ടി? ലാംഡ is equal to 2 meter. ഫസ്റ്റ് ഫിഗറിൻ്റെ ലാംഡ വേവ് ലെങ്ത് എത്രയാണ്? 4 മീറ്ററാണ് അല്ലേ? നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഫസ്റ്റിൻ്റെ ആൻസർ 4 മീറ്ററാണ്, സെക്കൻഡിൻ്റെ ആൻസർ 2 മീറ്ററാണ്. ഫസ്റ്റിൻ്റെ ലാംഡ is equal to 4 മീറ്റർ, സെക്കൻഡിൻ്റെ ലാംഡ is equal to 2 മീറ്റർ. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇൻ ഫിഗർ 1.14a ഇഫ് ബോത്ത് ദ വേവ്സ് ടേക്ക് 1 second ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അപ്പം വേവ്സ് ഒരു സെക്കൻഡിൽ 12 മീറ്ററാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫ്രീക്വൻസി എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്താ? ദ ഡിസ്റ്റൻസ്. എന്തായിരുന്നു ഫ്രീക്വൻസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ച്? ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഒരു വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ അല്ലേ, അതാണ് എന്ത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അല്ലേ? ഫ്രീക്വൻസി പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്കിവിടെ ടൈം എത്ര തന്നത്? ടൈം ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 12 മീറ്റർ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 12 മീറ്റർ അല്ലേ? ഡിസ്റ്റൻസ് 12 മീറ്ററാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് അല്ലേ? ഫ്രീക്വൻസി എന്താ വരുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡാണ്. അപ്പോൾ അതെന്താ ചെയ്യുക? ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 12/1. 12/1 എത്രയാണ്? 12 തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 12 ഹേർട്സ് ആണ് വരുന്നത് കേട്ടോ. 12 ഹേർട്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 1.14bയിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. 1.14ൽ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? അപ്പോൾ ഫ്രീക്വൻസി എന്തുതന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? സെയിം ഡിസ്റ്റൻസ് സെയിം ടൈം എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് നേരത്തെ കണ്ടപ്പം 12 മീറ്ററാണ് അവിടെയും ട്രാവൽ ചെയ്തത്, 1 സെക്കൻഡാണ് എടുത്തത്. നമ്മൾ ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലേ? അപ്പം അവിടെ വലിയ വ്യത്യാസം ഉണ്ടാവുമോ? സെയിം സ്പീഡ് സെയിം ടൈം എടുക്കാമെന്ന് പറയുമ്പം ഫ്രീക്വൻസിയിൽ എന്ത് വ്യത്യാസം വരുമോ? 12 മീറ്റർ ഇൻ 1 സെക്കൻഡ് തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ അവിടെ? അത് നമുക്ക് ക്ലിയർ മനസ്സിലാവണമെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിലൊരു ഇതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, ഫ്രീക്വൻസി, അതേപോലെ തന്നെ വേവ് ലെങ്ത്, ഈ 3 എണ്ണത്തിൻ്റെ റിലേഷൻ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും ആ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുകയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ. ഫ്രീക്വൻസി തന്നെയാണ് വരുന്നത് 12/1. എത്ര തന്നെയാണ്? 12 ഹേർട്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. കാരണം സെയിം ടൈമിൽ ഇവർ രണ്ടുപേരും സെയിം ഡിസ്റ്റൻസാണ് പോകുന്നതെന്ന് നമുക്ക് തന്നതുകൊണ്ട്.
അല്ലേ? ഫ്രീക്വൻസി ഓഫ് ദി വേവ് തന്നെയാണ് ഇവിടെ 12 ഹെർട്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്കത് വീണ്ടും ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കാം. ഫ്രീക്വൻസി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഭാഗം പഠിക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ആ പോയിൻ്റ് അവിടെ ഒഴിവാക്കാം. ഓക്കെ, ഇതവിടെ ഇപ്പോൾ തൽക്കാലം നിൽക്കട്ടെ. ഇനി ഇത് നമ്മൾ പഠിച്ചിട്ട് ഓൾറെഡി വിച്ച് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത് ഏതിനാണ് കൂടുതൽ? ഫസ്റ്റ് ഫിഗർ അല്ലേ, 1.14a. കാരണം എന്താ? അവിടെ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, അതായത് വേവിൻ്റെ ലെങ്ത് കൂടുതലാണ്. വിച്ച് വേവ് ഹാസ് എ ഹയർ ഫ്രീക്വൻസി നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അതെങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആ ഫോർമുലയൊക്കെ പഠിക്കാത്തത് കൊണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇവിടെ വേവ് ലെങ്ത് കൂടുതലാണ് അല്ലേ, വേവിൻ്റെ ലെങ്ത് കൂടുതലാണ്. ഇപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? 4 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഒരു ഫുൾ വേവിൻ്റെ എത്രയാണ്? 4 ആണ് വരുന്നത്. പക്ഷേ ആ 4ൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ എത്ര വേവ്സ് ഉണ്ടായിട്ടുണ്ട്? ഇതിപ്പോൾ 4 മീറ്ററിലാണ് ഒരു വേവ് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 4 മീറ്റർ ആകുമ്പം എത്ര വേവ്സ് കംപ്ലീറ്റ് ആയി? 1, 2 വേവ്സ് കംപ്ലീറ്റ് ആയി. അപ്പം ഇവിടെ ഫോർമുലൊന്നും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? 2 ആണ് അല്ലേ. ഇവിടെ 4 മീറ്റർ പോകുമ്പോഴത്തേക്കും 2 കംപ്ലീറ്റ് വേവ്സ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ 4 മീറ്റർ പോകുമ്പം ഒരു വേവ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. നമ്മളിവിടെ പോയിൻ്റ് ഓഫ് ഒബ്സർവേഷൻ എടുത്തിട്ടുള്ള 4 ആണ്. അതുകൊണ്ടാണ് 4 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ പറഞ്ഞത് അല്ലേ. ഇതിൽ ഒരു വേവ് കംപ്ലീറ്റ് ആവാൻ 4 മീറ്റേഴ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 4 മീറ്റേഴ്സ് ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് 2 വേവ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇതാണ് ഫസ്റ്റ് വേവ്, ഇതാണ് സെക്കൻഡ് വേവ്. അപ്പം ഇവിടെ വേവ് ലെങ്ത്ത് കുറവാണ്, പക്ഷേ ഫ്രീക്വൻസി ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വേവ്സ് കൂടുതലല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേവ്സിൻ്റെ ഫ്രീക്വൻസി 1.14bയിൽ കൂടുതലാണ്. അത് നമ്മളിവിടെ പോയിൻ്റ് ഓഫ് ഒബ്സർവേഷൻ 4 എടുത്തുകൊണ്ട് ഇവിടെ എത്രയാണ് ഫ്രീക്വൻസി വരുന്നത്? 2 ആണ് ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ 1 ആണ് ഫ്രീക്വൻസി വരുന്നത്. കാരണം എന്താ? ഈ ഒരു വേവ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം എത്രയും 4 ആണ് വരുന്നത് അല്ലേ. 4 മീറ്റേഴ്സ് ആകുമ്പോഴാണ് ഒരു വേവ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ ഒരു 4 എടുത്ത സമയത്തിൽ ഇവിടെ 2 വേവ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുതൽ, ഇതിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. Which wave has a higher frequency? Number of waves ഏതിനാ കൂടുതൽ? 1.14b ആണ്. അപ്പം നമ്മൾ ആ ഡയഗ്രത്തിൽ നോക്കിയ ഇത് പ്രകാരം ഫ്രീക്വൻസി എത്രയാണ്? 2 ഹെർട്സ് ആണ് വരുന്നത് അല്ലേ. 2 ഹെർട്സ്. മറ്റേതിന് എത്രയായിരിക്കും? 1 ഹെർട്സേ വരുന്നുള്ളൂ. കാരണം അതിൽ ഒന്നേ പോകുന്നുള്ളൂ, അതുകൊണ്ട്. പിന്നെ ഇവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? ഇപ്പം നമ്മൾ കണ്ടതെന്താ? നമ്മൾ 2 ഫിഗറിൽ കണ്ടില്ലേ. നമ്മൾ ഫിഗറിൽ എന്താ മനസ്സിലാക്കിയത്? വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. വേവ് ലെങ്ത് കൂടുമ്പം ഫ്രീക്വൻസി കുറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ എന്താ കണ്ട്? ഇവിടെ വേവ് ലെങ്ത് കുറവാണ്, പക്ഷേ ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? മാത്തമാറ്റിക്കൽ ടേംസ് നമ്മൾ പറയുമ്പം ഒന്ന് കൂടുമ്പം വേറെ വാല്യൂ കുറയാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഒരു വാല്യൂ കൂടുമ്പം മറ്റേ വാല്യൂ കുറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി ആ പ്രത്യേകതയ്ക്ക് നമ്മൾ പറയുന്നത് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആദ്യമൊക്കെ കാണിച്ചിരുന്നത് ഇങ്ങനെ, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. പക്ഷേ ഇപ്പോഴാരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെ കാണിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എഴുതും, പക്ഷേ വേവ് ലെങ്ത് 1/, എന്നിടും. 1/. അപ്പം ഇവിടെ ഫ്രീക്വൻസി കൂടുമ്പം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുതാവല്ല ചെയ്യുന്നത്, വേവ് ലെങ്ത് ഉണ്ടാവും, കുറയും. ഓർ വെൻ ഫ്രീക്വൻസി കുറയുമ്പം വേവ് ലെങ്ത് ഇൻക്രീസസ്. അതാണ് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഇപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആകുമ്പം ഫ്രീക്വൻസി ഓഫ് ദി വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താ? വേവ് ലെങ്ത് കൂടുമ്പം ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറയുമ്പം ഫ്രീക്വൻസി കൂടും. അതാണ് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഇനി നമ്മൾ
സ്പീഡ് ഓഫ് വേവ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇവർ 3 പേരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ വേണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇതേ ഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അതും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. Analyze figure 1.15 and answer the questions given below. What is the wavelength lambda? അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു വേവ് കംപ്ലീറ്റ് എത്രയാണ്? ഇവിടുന്ന് വന്ന് ഇവിടെ അല്ലേ, ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവിൻ്റെ ലെങ്ത് എത്രയാണ്? 0 മുതൽ 2 വരെ എത്രയാണ് വരുന്നത്? 2 മീറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു 2 മീറ്ററാണ് അല്ലേ, 2 മീറ്ററാണ് വേവ് ലെങ്ത് വരുന്നത്. ഇഫ് ദ വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് എ ഫ്രം ഒ, അപ്പം ഇവിടെ എന്ന് ഇപ്പോൾ ഒന്ന് എയിലേക്ക് ഇതെടുക്കാൻ 1 സെക്കൻഡാണ് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? അപ്പം ഒയിൽ നിന്ന് എ വരെ പോകാൻ ഇതിനെടുക്കുന്നത് 1 സെക്കൻഡാണ് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി എന്താ നമ്മൾ പഠിച്ചത്? ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വേവ്സ് പാസിങ് ത്രൂ എ പോയിൻറ്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് വേവ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം 6 ഡിസ്റ്റൻസ് ആണ് പോകുന്നത്. അപ്പം എത്ര വേവ്സ് പാസ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച് 2 മീറ്ററാണ്. ടൈം നമുക്ക് തന്നത് എത്രയാണ്? 1 സെക്കൻഡാണ് അല്ലേ, 1 സെക്കൻഡാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ താഴത്തെ ക്വസ്റ്റൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് വരാം. ഇസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ വേവ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഇറ്റ് ഇൻ 1 സെക്കൻഡ്, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് വി? സ്പീഡ് എന്താണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. സ്പീഡ് ഇസ് ഈക്വൽ എന്താ വരുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈമാണ്. ഇവിടെ നോക്കാം ചെയ്തിട്ട്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര അവിടെ വരുന്നത്? 6 തന്നെയാണ് വരുന്നത്, 6 മീറ്റർ തന്നെയാണ്. ടൈം എത്രയാണ് എടുക്കുന്നത്? 1 സെക്കൻഡാണ്. അപ്പോൾ സ്പീഡ് എത്ര തന്നെയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അതാണ് ഇവിടെ രണ്ടാമത്തെ നമ്മൾ ചോദിച്ചത്. ഇസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഇൻ 1 സെക്കൻഡ് ഓഫ് എ വേവ് സെക്കൻഡ്, വാട്ട് ദ സ്പീഡ് ഓഫ് ദ വേവ്? 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വരുന്നത് അല്ലേ, 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഫ്രീക്വൻസിയും 1 സെക്കൻഡിൽ 6 മീറ്റർ തന്നെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇവർ 3 പേരും തമ്മിൽ റിലേഷൻ. അതെന്താ വെച്ചാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവ് ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയുന്നൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയുന്ന ഒരു ഫോർമുല. അത് വെച്ച് നമ്മൾ ഈ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പറയുന്ന ഒരു കാര്യം എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് സ്പീഡൊക്കെ നമുക്ക് ഇവിടെ അറിയാം. വി എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ, 6 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ എത്രയാണ്? ലാംഡ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 മീറ്റർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നമ്മളുടെ ഫോർമുല വി സിഗിൽ എഫ് ലാംഡയാണ്. അപ്പോൾ എഫ് സിഗിൽ എന്തായിരിക്കും? വി ബൈ ലാംഡ. എഫ് സിഗിൽ വി ബൈ ലാംഡ. വി 6 ആണ്, 2 ആണ്. 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3 അല്ലേ. ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ് ആണ്. അപ്പോൾ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ കാണിച്ചു തരാം. ഫോർമുല ഇല്ലാതെ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ എത്ര വേവ് ഉണ്ട്? 6 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എത്ര വേവ്സ് ഉണ്ട്? ഇതാണ് ഫസ്റ്റ് വേവ്, ഇവിടെ വരെ ഫസ്റ്റ് വേവ്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ സെക്കൻഡ് വേവ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേർഡ് വേവ്. അപ്പം ഫ്രീക്വൻസി എത്ര അവിടെ? ഈ ഒ എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിൻ്റ് വരെ 3 വേവ്സാണുള്ളത്. അപ്പം ആ പ്രത്യേക പോയിൻ്റ് കൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് 6 മീറ്ററാണ്. ടൈം എടുത്ത് 1 സെക്കൻഡാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു 1 സെക്കൻഡിനുള്ളിൽ ആ എ എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ എത്ര വേവ്സ് കടന്നു പോകുന്നുണ്ട്? 3 വേവ്സ് അല്ലേ. 3 വേവ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി എന്താ? 3 ഹെർട്സ് ആണ്. നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചു ഫോർമുല യൂസ് ചെയ്തിട്ട്. അതേപോലെ ഗ്രാഫ് നോക്കിയിട്ടും കണ്ടുപിടിച്ചു.
അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് MCQ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങളിപ്പം നമ്മളെ ഗ്രാഫ് നോക്കി, ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾ ഈസി ആയിട്ട് എത്ര വേവ്സ് വരുന്നുണ്ടോ കണ്ടുപിടിക്കാം. അതല്ല കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഈ ഫോർമുലയാണ് റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. സ്പീഡ് ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ആ റിലേഷനാണ് നമ്മളിപ്പം പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ്, നല്ലോണം പഠിച്ച് വെക്കണം. ഓക്കെ, V is equal to F lambda. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. അപ്പം പാർട്ടിക്കിൾസിൻ്റെ ഫോം ചെയ്യുന്ന വേവിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ക്രസ്റ്റ് ആർ ദെയർ ഇൻ ദ ഫിഗർ. ഇതിനകത്ത് എത്ര ക്രസ്റ്റ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്രസ്റ്റ് എന്താ? മുകൾ ഭാഗത്ത് വരുന്ന ഹൈറ്റ് കൂടിയ പോയിൻറ്റിനാണ് നമ്മൾ എന്താ പറയുക ക്രസ്റ്റ് എന്ന് പറയുന്നത്. 1, 2, 3 അല്ലേ? ഇവിടെ എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ക്രസ്റ്റ്സ് ഉണ്ട്. അതേപോലെ ഡീപ്പായിട്ട് പോകുന്ന, താഴോട്ടേക്ക് ഡീപ്പിൽ പോകുന്ന മാക്സിമം വരുന്ന പോയിൻറ്റ്സ് ആണ് എന്ത്? ട്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര ട്രഫ് ഉണ്ട്? 3 ട്രഫ് ഉണ്ട്. 3 ക്രസ്റ്റ് ആൻഡ് 3 ട്രഫ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹൗ മെനി ക്രസ്റ്റ് ആർ ദെയർ ഇൻ ദ ഫിഗർ? 3. ഹൗ മെനി ട്രഫ്സ് ആർ ദെയർ ഇൻ ദ ഫിഗർ? അതും 3. വാട്ട് ഇസ് ദ വേവ് ലെങ്ത്? വേവിൻ്റെ ലെങ്ത് എത്രയാണ്? 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വരെയാണ് ഒരു വേവ് വരുന്നത് അല്ലേ? അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഇവിടെ? അതേപോലെ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ പ്രകാരം എന്താ വരുന്നത്? ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെ, അതായത് 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ട്രഫുകളോ തമ്മിലുള്ള ദൂരമാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 0, 4, 8 ഇങ്ങനെ വരുന്ന ഈ നടുവിലത്തെ പോയിൻ്റ് എത്രയായിരിക്കും? ഇത് 2 ആയിരിക്കും. 2, 4, 6, 8, 10, 12 ഇങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലേ? സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് എത്രയാണ് വരുന്നത്? അത് നമ്മളെന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഈ ക്രസ്റ്റിൻ്റെ പോയിൻ്റ് എവിടെയാണ് വരുന്നത് നോക്കാം. അതേപോലെ ഫസ്റ്റ് ക്രസ്റ്റിൻ്റെ താഴോട്ടേക്ക് വരയ്ക്കുന്ന പോയിൻ്റ് എവിടെ വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 10 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ വേവ് ലെങ്ത് എത്രയായി? 10 - 2 is equal to 8. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 8 മീറ്റർ എന്ന് കിട്ടി. ലാംഡ ഇസ് ഈക്വൽ ടു 8 മീറ്റർ വേവ് ലെങ്ത് കണ്ടുപിടിച്ചു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് കാണാം. 0 എന്ന് തുടങ്ങി 8ലാണ് ആ വേവ് അവസാനിക്കുന്നത് അല്ലേ? അപ്പം ആ ഡിസ്റ്റൻസ് എന്താണ്? അതിൻ്റെ വേവിൻ്റെ ലെങ്ത്താണ്. ഒരു വേവിൻ്റെ കംപ്ലീറ്റ് ലെങ്ത് എത്രയാണ് വരുന്നത്? 8 മീറ്ററാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടും കാണാം. അല്ലെങ്കിൽ ഒരു വേവിൻ്റെ ലെങ്ത് എവിടെയാണോ തുടങ്ങി അവസാനിക്കുന്നത് അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ വേവ് ലെങ്ത് വരാം. ഓക്കെ, 2 വേവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Second question. If the frequency of a longitudinal wave traveling at a speed of 350 meter per second in the air is 35 Hz. അപ്പോൾ ഇവിടെ തന്നത് എന്താ? നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ്? 35 Hz ആണ് ഫ്രീക്വൻസി. F is equal to 35 Hz. 35 Hz ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സ്പീഡ് തന്നിട്ടുണ്ട് 350 meter per second. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? What is the distance between 2 consecutive compressions of this wave? ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് നമ്മൾ എന്താ പേര് പഠിച്ചത്? വേവ് ലെങ്ത് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓർ 2 കോൺസിക്യൂട്ടീവ് റയർ ഫാക്ഷൻസ് ആണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ചിലപ്പോൾ വേവ് ലെങ്ത് തരില്ല. ഇങ്ങനെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് റയർ ഫാക്ഷൻ തരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ലാംഡയാണ്. അപ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? V is equal to F ലാംഡ ആയിരുന്നു. നമുക്കവിടെ കണ്ടുപിടിക്കുന്നത് ലാംഡയാണ്. അപ്പോൾ ലാംഡ അവിടെ വെച്ച് കഴിഞ്ഞാൽ V അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ F ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഡിവിഷനിലേക്ക് പോകും. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ എന്തായി? V/F എന്നായി. V/F അല്ലേ? V/F ആണ് വരുന്നത്. പക്ഷെ നമുക്കിവിടെ തന്നത് എന്താണ്? ഫ്രീക്വൻസി, അതേപോലെ ലാംഡയൊക്കെ സ്പീഡും ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെ ഈ വാല്യൂ കണ്ടുപിടിക്കും? തന്ന സ്പീഡും അതേപോലെ തന്നെ
ഫ്രീക്വൻസി വെച്ചിട്ട് അല്ലേ, സ്പീഡും ഫ്രീക്വൻസി വെച്ചിട്ട്. അപ്പോൾ v is equal to f lambda, lambda is equal to v by f. അപ്പോൾ v 350 divided by lambda 35. അപ്പോൾ 350നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 10 ആണ് അല്ലേ, 10. അപ്പോൾ ലാംഡ എത്രയാണ്, 10 മീറ്റർ. ലാംഡ ഇസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് കിട്ടി. അപ്പം ഇതിലത്തെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസറായി. വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റാർഫാക്ഷൻസ്? നമ്മൾ പറഞ്ഞല്ലേ, ഒന്നെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ്റെയോ 2 കോൺസിക്യൂട്ടീവ് റാർഫാക്ഷൻ്റെ ഡിസ്റ്റൻസ് ആണ് എന്ത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം കംപ്രഷൻസിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, അതിനുള്ള റാർഫാക്ഷൻ തമ്മിൽ വരിക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസറും വിൽ ബി ഈക്വൽ ടു 10 മീറ്റർ. കാരണം 2 സെയിം ആണ്, 2 എന്ത് തന്നെയാണ്, വേവ് ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഒരു വ്യത്യാസമില്ല. എത്രയാണോ കംപ്രഷൻ തമ്മിലുള്ള ദൂരം അത്ര തന്നെ ആയിരിക്കും റാർഫാക്ഷൻസ് തമ്മിലുള്ള ദൂരം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. നമുക്ക് തന്നത് എന്താണ്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ, എഫ് തന്നിട്ടുണ്ട്, 175 ഹേർട്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 175 ഹേർട്സ്. വേവ് ലെങ്ത് നമുക്ക് തന്നത് ലാംഡ ഇസ് ഈക്വൽ ടു 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. നമുക്ക് വി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി ഇസ് ഈക്വൽ എന്തായിരുന്നു ഫോർമുല, എഫ് ലാംഡ. എഫ് എത്രയാണ്, 175. എത്രയാണ് ലാംഡ, 2 മീറ്റർ. അപ്പം എഫ് ലാംഡ 175 × 2 എത്രയായി, 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്, 350 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ 3 പ്രോബ്ലം ക്ലിയർ ആയില്ല എല്ലാവർക്കും.